ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യം ധ്യാനിക്കുകയാണ്. സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. യഥാർത്ഥ സ്നേഹം ത്യാഗപൂർണമാണെന്ന് ഈശോയുടെ ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത് വാക്കുകളെക്കുറിച്ചല്ല, പ്രവൃത്തിയെക്കുറിച്ചാണ്, കൊടുക്കുന്നതിനെ കുറിച്ചാണ്. മറ്റുള്ളവരെ നമ്മേക്കാൾ മുമ്പിൽ നിർത്തുന്നതിനെ കുറിച്ചാണ് ഈ തിരുവചനം നമ്മോട് പറയുന്നത്. നമ്മുടെ ജീവൻ മറ്റുള്ളവർക്കായി സമർപ്പിക്കുക എന്നതിന്റെ അർത്ഥം എന്താണ്? എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള സ്നേഹം നമുക്ക് എങ്ങനെ ജീവിക്കാനാവും? നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം. ഈശോ തന്നെയാണ് പൂർണ്ണമായ സ്നേഹത്തിന്റെ ആത്യന്തികമായ ഉദാഹരണം. സ്നേഹത്തിന്റെ പരമമായ പ്രവൃത്തികൾ ചെയ്യുക. ഈശോ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അവിടുന്ന് അത് ജീവിച്ചു. കുരിശിൽ നമുക്ക് വേണ്ടി തന്റെ ജീവൻ അർപ്പിച്ചുകൊണ്ട് അവിടുന്ന് സ്നേഹത്തിന്റെ പരമമായ പ്രവൃത്തി ചെയ്തു. അവിടുന്ന് കുരിശോളം നമ്മെ സ്നേഹിച്ചു. അവിടുന്ന് നമ്മുടെ ഇടയിൽ നടക്കാൻ തന്റെ സ്വർഗീയ സിംഹാസനം ഉപേക്ഷിച്ചു. നമുക്ക് വേണ്ടി അവിടുന്ന് തിരസ്കരണവും വേദനയും കഷ്ടപ്പാടുകളും സഹിച്ചു. നമുക്ക് നിത്യജീവൻ ലഭിക്കാൻ അവിടുന്ന് മരണം വരിച്ചു. ഈശോയുടെ സ്നേഹം വ്യക്തിപരമായ നേട്ടങ്ങൾക്കായല്ല, അത് നിസ്വാർത്ഥവും നിരുപാധികവും ജീവദായകവുമായിരുന്നു. അതേ രീതിയിൽ സ്നേഹിക്കാൻ അവിടുന്ന് അനുദിനം നമ്മെ ക്ഷണിക്കുന്നു. മറ്റുള്ളവരെ ത്യാഗത്തോടെ സ്നേഹിക്കുക. ത്യാഗപൂർണമായ സ്നേഹം ബാഹ്യമായി നമ്മുടെ ജീവിതം ഉപേക്ഷിക്കുന്നത് മാത്രമല്ല, അത് ബുദ്ധിമുട്ടുള്ളപ്പോൾ പോലും മറ്റുള്ളവരെ ഒന്നാമതെത്തിക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പാണ്. പകവെക്കുന്നതിനു പകരം ക്ഷമിക്കാൻ തിരഞ്ഞെടുക്കുന്നതാണ്. ആവശ്യമുള്ള വ്യക്തികളെ സഹായിക്കുന്നതാണ്. അതും അസൗകര്യങ്ങളിൽ പോലും സഹായിക്കുന്നതാണ്. ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ സുഹൃത്തുക്കളോടൊപ്പം നിൽക്കുക. നാം ത്യാഗപൂർവം സ്നേഹിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുകയും അവിടുത്തെ വെളിച്ചം ലോകത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. നിരവധി ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്നത് നമ്മൾ കാണാറില്ലേ? സൈനിക ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, ഇങ്ങനെ നിരവധി ആളുകൾ. എന്നാൽ ത്യാഗപരമായ സ്നേഹം വീരന്മാർക്ക് മാത്രമുള്ളതല്ല, അത് നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. നമുക്ക് ഈ സ്നേഹം ലളിതമായി പ്രകടിപ്പിക്കാം. ആവശ്യമുള്ള ആരെയെങ്കിലും സഹായിക്കാൻ നമ്മുടെ സമയം നൽകുക. അല്ലെങ്കിൽ നാം ത്യാഗം സഹിച്ചാലും നീതിക്ക് വേണ്ടി നിലകൊള്ളുക. ക്ഷമയോടെയും ദയയോടെയും മറ്റുള്ളവരെ സ്നേഹിക്കുക. പകരം ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. ഇങ്ങനെ ചെയ്യുമ്പോഴെല്ലാം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഈശോ പറഞ്ഞ സ്നേഹം നമ്മൾ ജീവിക്കുകയാണ്. ത്യാഗപരമായ സ്നേഹം എങ്ങനെ ദിവസവും പരിശീലിക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ത്യാഗപൂർവം സ്നേഹിക്കുക എന്നതിന്റെ അർത്ഥം വലിയ നാടകീയമായ ത്യാഗങ്ങൾ ചെയ്യുക എന്ന് മാത്രമല്ല. ചെറിയ ദൈനംദിന നിമിഷങ്ങളിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹം കാണിക്കേണ്ടത്. നമ്മുടെ സാന്നിധ്യം നൽകുക. ചിലപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ സമയമാണ്. അത് ഉദാരമായി നൽകുക. നമ്മൾക്കുള്ളത് പങ്കിടുക. അത് എളുപ്പമല്ലെങ്കിൽ പോലും. അതുപോലെ മറ്റുള്ളവരെ ഒന്നാമതെത്തിക്കുന്നവരാകുക. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക. ഏറ്റവും വലിയ സ്നേഹം വാക്കുകളിലല്ല, ത്യാഗത്തിലാണെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചെറുതായാലും വലുതായാലും നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കാൻ തീരുമാനിക്കുമ്പോൾ ഈശോയുടെ ഹൃദയത്തെയാണ് നാം പ്രതിഫലിപ്പിക്കുന്നത്. ഈ സന്ദേശം നിങ്ങളെ പ്രചോദിപ്പിച്ചെങ്കിൽ കൂടുതൽ വിശ്വാസം നിറഞ്ഞ പ്രോത്സാഹനത്തിനായി ലൈക്ക് ചെയ്യുക, പങ്കിടുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ത്യാഗപരമായ സ്നേഹം എങ്ങനെ കാണിക്കും? നന്ദി.